കഴിഞ്ഞ 2 ദിവസവും വളരെ വലിയ സംഭവങ്ങളാണ് നടന്നത് എന്ന് ഞാൻ പറയുന്നു. ഇതിനുശേഷം ഞങ്ങൾ ഉടൻ തന്നെ വാഷിംഗ്ടൺ DC-യിലേക്ക് തിരിച്ചു പോകും. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിയെ വളരെ വിജയകരമായി തുടർന്നു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായ സൈനിക ആക്രമണങ്ങളും നീക്കങ്ങളും ഞങ്ങൾ നടത്തി. ഇതിനു പുറമെ മിഡ് നൈറ്റ് ഹാമർ പോലുള്ള മറ്റ് സൈനിക പ്രവർത്തനങ്ങളും നടന്നു. ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി നീക്കം ചെയ്തത് ചരിത്രത്തിലെ വലിയ ഒരു സംഭവമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനൊപ്പം തന്നെ വെനസ്വേല ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വലിയ വിജയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളിലും വലിയ വിജയം നേടിയിട്ടുണ്ട്. ഇവയെല്ലാം നടക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങളെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വലിയ മുന്നേറ്റം കൈവരിക്കുന്നു. ചിലർ പറയാം ആ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞുവെന്ന്. ഇറാനിലെ സൈനിക ശക്തികളെ ഞങ്ങൾ പൂർണ്ണമായും തകർത്തു. ഇറാന്റെ നാവികസേനയിലെ പല കപ്പലുകളും കടലിന്റെ അടിയിലേക്ക് മുങ്ങിക്കിടക്കുകയാണ്. ഏകദേശം 50 കപ്പലുകൾ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് 51 കപ്പലുകളായിരിക്കും. ഇവ യുദ്ധ കപ്പലുകളായിരുന്നു. അവ പോരാടാൻ തയ്യാറാക്കിയതായിരുന്നു. പക്ഷേ ഞങ്ങളോട് പോരാടാൻ അവയ്ക്ക് കഴിയില്ല. ഇറാന്റെ ഡ്രോൺ നിർമ്മാണവും മിസൈൽ ശേഷിയും ഞങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുന്നു. അവരുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. അവയെ ഒന്നിന് പിന്നാലെ ഒന്നായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഷി ഇപ്പോൾ ഏകദേശം 10% മാത്രം ബാക്കിയാണെന്ന്, അതിലുമധികം കുറഞ്ഞിരിക്കാം. മിസൈലുകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും മിസൈലുകൾ എത്തിക്കുന്ന കേന്ദ്രങ്ങളും ഞങ്ങൾ ആക്രമിക്കുന്നു. ഇതുവരെ 5000-ലധികം ലക്ഷ്യങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്പോഴും ആക്രമിക്കാതെ വെച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ പിന്നീട് ആക്രമിക്കാനാണത്. അവയെ ആക്രമിച്ചാൽ വൈദ്യുതി ഉൽപാദനം പോലുള്ള വലിയ സംവിധാനങ്ങൾ നശിക്കും. വീണ്ടും പണിയാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ആക്രമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത്. പക്ഷേ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവയെല്ലാം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ 90% വരെ കുറഞ്ഞു. ഡ്രോൺ ലോഞ്ചറുകൾ ഏകദേശം 83% വരെ കുറഞ്ഞു. ഡ്രോൺ ലോഞ്ചറുകൾ കൂടുതലും നശിച്ചിരിക്കുകയാണ്. മിസൈൽ ലോഞ്ചറുകൾ 90%-ൽ കൂടുതലായി കുറഞ്ഞിട്ടുണ്ട്. അവ വീണ്ടും നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.